അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വ്യൂ പോയിന്റുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളങ്ങനെ പതുക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ കാനനപാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഴച്ചാലിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇനി കാട്ടിലൂടെയാണ് 5 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഫുൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അടുത്ത് കടകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇതിൽ ആനകൾ മിക്കവാറും വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ വേണം പോകാനായിട്ട്. വളരെ സ്പീഡ് എടുത്ത് പോകരുത്. പെട്ടെന്നായിരിക്കും അവർ മുന്നിലോട്ട് വരുന്നത്, മൃഗങ്ങളായാലും. അപ്പോൾ ഈ വഴി പോകുമ്പോൾ പതുക്കെ പോകുന്നതായിരിക്കും നല്ലത്. കോടമഞ്ഞും ആ സൂര്യനും ഒക്കെ നല്ല ഒരു പ്രത്യേക വൈബ്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് AC ഒന്നും വണ്ടിയിൽ ആവശ്യമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയ കോടയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാം. നമുക്ക് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ കയ്യിൽ വല്ല ചായ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ച് ഇരുന്ന് നമുക്ക് അങ്ങനെ പോവാം.